കഴിഞ്ഞ കുറച്ച് നാളുകളായി അമേരിക്കയിൽ നിന്ന് വിസ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടും സെവിസ് സംവിധാനത്തിൽ നിന്ന് പേര് നീക്കുന്നതുമായി ബന്ധപ്പെട്ടും വാർത്തകൾ വരുന്നുണ്ട്. ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി വിദ്യാർത്ഥികളുടെ വിസയാണ് US റദ്ദാക്കിയത്. നിയമവിരുദ്ധമായും രാജ്യവിരുദ്ധമായും പ്രവർത്തിക്കുന്നവരുടെ വിസയാണ് റദ്ദാക്കുന്നതെന്ന് US വ്യക്തമാക്കുന്നു. വിസ റദ്ദാക്കപ്പെട്ടവരിൽ പലരും പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരാണെന്നും പ്രതിഷേധക്കാർ ജൂത വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിച്ചെന്നുമാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഇത്തരം വ്യക്തികളുടെ വിസ മാത്രമല്ല US റദ്ദാക്കുന്നതെന്നാണ് ഉയർന്നുവരുന്ന പ്രധാന ആരോപണം. വിസ റദ്ദാക്കുന്നതിന് മുമ്പ് വിശദീകരണം നൽകാനോ അപ്പീൽ നൽകാനോ അവസരം കൊടുക്കണമെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത്. ഇപ്പോഴിതാ സെവിസ് രേഖയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി കോടതി രംഗത്ത് വന്നിരിക്കുകയാണ്. 133 വിദേശ വിദ്യാർത്ഥികളുടെ സെവിസ് രേഖകൾ താൽക്കാലികമായി പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് അമേരിക്കയിലെ ജോർജിയയിൽ നിന്നുള്ള കോടതി. ഈ വിദ്യാർത്ഥികളിൽ കൂടുതൽ പേരും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഇവരുടെ സെവിസ് രേഖകൾ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് എന്നിവർ റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ വിദ്യാർത്ഥികൾ കോടതിയെ സമീപിക്കുകയും ചെയ്തു. ട്രംപ് ഭരണകൂടം തങ്ങളുടെ നിയമപരമായ സ്റ്റാറ്റസ് കാരണങ്ങളില്ലാതെ റദ്ദാക്കി എന്നതായിരുന്നു ഇവരുടെ വാദം. വിദേശ വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാരിന് നൽകാൻ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന ഓൺലൈൻ ഡാറ്റാബേസായ സെവിസിൽ നിന്ന് ഇവരുടെ പേര് നീക്കം ചെയ്തു എന്നും കോടതിയെ അറിയിച്ചു. CNN ആണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. ഇക്കൂട്ടത്തിൽ ചില വിദ്യാർത്ഥികൾക്ക് നിയമപാലകരുമായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആർക്കുമെതിരെ ക്രിമിനൽ കുറ്റങ്ങളില്ല എന്നും കോടതിയിൽ ഇവർ വ്യക്തമാക്കി. ഏപ്രിൽ 18 ഫെഡറൽ കോടതി താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിക്കുകയും വിദ്യാർത്ഥികളുടെ സ്റ്റാറ്റസ് ഉടൻ പുനഃസ്ഥാപിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എല്ലാ വിദ്യാർത്ഥികളുടെയും സ്ഥിതി പുനഃസ്ഥാപിച്ചു. അവർക്ക് പഠനം തുടരാനും ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമിന് കീഴിൽ ജോലി ചെയ്യാനും സാധിക്കും എന്ന് വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് കോടതിയിലെത്തിയ അഭിഭാഷകൻ ചാൾസ് കുക്ക് പറഞ്ഞു. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കേസിന്റെ അടുത്ത ഘട്ടത്തിലുള്ള വാദം ഉടൻ കേൾക്കും. 2025 ജനുവരി 20 മുതൽ ICE ഏകദേശം 4736 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ സെവിസ് രേഖകൾ റദ്ദാക്കിയിട്ടുണ്ടെന്നാണ് അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ഇതിൽ കൂടുതലും ഇന്ത്യക്കാരാണ്. ചൈനീസ്, നേപ്പാളി, ദക്ഷിണ കൊറിയൻ, ബംഗ്ലാദേശി വിദ്യാർത്ഥികളെയും ഭരണകൂടം ലക്ഷ്യമിട്ടിട്ടുണ്ട്. ട്രാഫിക് നിയമലംഘനം, യൂണിവേഴ്സിറ്റി നിയമലംഘനം തുടങ്ങിയ ചെറിയ കാരണങ്ങൾക്കും ട്രംപ് ഭരണകൂടം വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നുണ്ടെന്നാണ് AILA വ്യക്തമാക്കുന്നത്. F1 വിസയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് കൂടുതലായി ലക്ഷ്യമിട്ടതെന്ന് AILAക്ക് ലഭിച്ച 327 റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമിന് കീഴിൽ അമേരിക്കയിൽ ജോലി ചെയ്യുകയായിരുന്നു. STEM കോഴ്സുകൾ കഴിഞ്ഞവർക്ക് കിട്ടുന്ന താൽക്കാലിക വർക്ക് പെർമിറ്റാണ് OPT. പഠനം കഴിഞ്ഞ ശേഷം 1 വർഷം വരെ STEM വിഷയങ്ങളിൽ ബിരുദമെടുത്ത വിദ്യാർത്ഥികൾക്ക് ഈ വിസയിൽ ജോലി ചെയ്യാനാകും. ഇത് H1B വിസ കിട്ടാനുള്ള ഒരു എളുപ്പവഴി കൂടിയാണ്. ഈ വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമായി മാറി. താൽക്കാലിക ആശ്വാസം കിട്ടിയെങ്കിലും കേസ് കഴിയുന്നത് വരെ വിദ്യാർത്ഥികൾക്ക് ആശങ്ക നിലനിൽക്കും. ഇപ്പോൾ US നടത്തുന്ന നീക്കം അന്തർദേശീയ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ഭയമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. തങ്ങളുടെ വിസ എപ്പോൾ വേണമെങ്കിലും റദ്ദാക്കാമെന്ന ഭയം അവരെ അലട്ടുന്നു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരെ മാത്രമല്ല, സർക്കാരിനെ വിമർശിക്കുന്നവരെയും ലക്ഷ്യമിടുന്നുണ്ടോ എന്ന സംശയവും ചില വിദ്യാർത്ഥികൾക്കുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ പഠനത്തെയും ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.